തെന്നിന്ത്യൻ ആരാധകരുടെ ഹരമാണ് സമന്ത. രാജ്യത്തെ തന്നെ ഏറ്റവും വിജയം കൈവരിച്ച നടിമാരിൽ ഒരാൾ കൂടിയാണ് സമന്ത. ഗോഡ് ഫാദർ ഇല്ലാതെ സിനിമയിലെത്തിയ നടി സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളിലൂടെയാണ് സമന്ത സിനിമയിൽ പിടിച്ചു നിന്ന് തുടങ്ങിയത്. തമിഴിലും തെലുങ്കിലുമായി 2019 സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി. ഗൗതം വാസുദേവ് മേനന്റെ വിണ്ണയ്ക്ക് വരുവായ എന്ന ചിത്രത്തിൽ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് സമന്തയുടെ അരങ്ങേറ്റം. ചിമ്പുവും തൃശയുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെ ഞാൻ ഈ നീ താനേ എൻ പൊൻ വസന്തം, തങ്കമകൻ, 24, തെരി തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. തുടർന്ന് വളരെ സക്സസ്ഫുള്ളായ നടിയായി വളർന്നു കഴിഞ്ഞ നടൻ സിദ്ധാർത്ഥുമായി പ്രണയത്തിലായി. എന്നാൽ ഇരുവരും പിന്നീട് ബ്രേക്കപ്പായി. ഇതിനുശേഷമാണ് സമന്ത തെലുങ്ക് നടൻ നാഗചൈതന്യയുമായി പ്രണയത്തിലാകുന്നതും ഇരുവരും വിവാഹിതരാകുന്നതും. 2017 ഇരുവരും വിവാഹിതരാകുന്നത്. 4 വർഷത്തെ വിവാഹ ജീവിതം ഇരുവരും 2021 വേർപിരിഞ്ഞു. ഇരുവരും വിവാഹബന്ധം വേർപെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചതിനെ തുടർന്ന് പല വിമർശനങ്ങളും ഉടലെടുത്തിരുന്നു. പ്രധാനമായും സമന്തയ്ക്കെതിരെയായിരുന്നു വിമർശനങ്ങൾ. സമന്തയ്ക്ക് മറ്റൊരാളുമായി സിനിമയിൽ നിന്ന് തന്നെ പ്രണയമുണ്ടെന്ന്, ഇതോടെ നാഗചൈതന്യമായുള്ള വിവാഹബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ നടി വിസമ്മതിച്ചുവെന്നുമാണ് അഭ്യൂഹങ്ങൾ ഉടലെടുത്തത്. എന്നാൽ അത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം അവസാനമിട്ടുകൊണ്ട് നടി വീണ്ടും സിനിമയിലേക്കും വെബ് സീരീസുകളിലേക്കും എത്തി അഭിനയ ജീവിതം തുടരുകയായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം സമന്ത പുഷ്പയിലെ ഐറ്റം ഡാൻസിൽ എത്തിയത് പ്രേക്ഷകർക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഇതിനിടെ മയോസൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ പിടിയിലായെന്നും നടി തന്നെ അറിയിച്ചിരുന്നു. ഇടയ്ക്ക് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്ത സമന്ത ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് സിനിമയിൽ തിരിച്ചെത്തിയത്. എന്നാൽ പിന്നീട് സമന്ത നടത്തിയത് ശക്തമായ തിരിച്ചുവരവാണ്. മാത്രമല്ല, ഇന്നും തെന്നിന്ത്യയിലെ ധനികയായ നടിയാണ്. ഒരു സിനിമയ്ക്ക് 4 മുതൽ 5 കോടി വരെയാണ് നടി പ്രതിഫലമായി വാങ്ങുന്നത്. ഇന്ന് കോടികൾ കയ്യിലുള്ള നടി ഒരിക്കൽ വെറും 500 രൂപയ്ക്ക് ഹോസ്റ്റസായി പ്രവർത്തിച്ചിരുന്നെന്നും സത്യം പലർക്കും അറിയില്ല. 10 +1 പഠിക്കുന്ന കാലത്ത് ഒരു ഹോട്ടലിൽ 8 മണിക്കൂർ കോൺഫറൻസ് ഹോസ്റ്റായി പ്രവർത്തിച്ചു. അന്ന് കിട്ടിയത് 500 രൂപയാണ്. അതാണ് തനിക്ക് ആദ്യമായി കിട്ടിയ പ്രതിഫലമെന്നും സമന്ത പറയുന്നു. ഇപ്പോഴത്തെ തെലുങ്കിൽ അല്ലു അർജുന നായകനാക്കി ഒരുക്കുന്ന പുതിയ ചിത്രത്തിൽ നായിക സമന്തയായിരിക്കുമെന്നാണ് അറിയിക്കുന്നത്. സമന്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമന്തയ്ക്ക് തെലുങ്കിൽ ഒരു നിർമ്മാതാവുമായിട്ട്, ഭയങ്കര തടിയനായ ഒരു പ്രായമുള്ളൊരു നിർമ്മാതാവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് സമന്തയ്ക്ക് കൂടുതൽ സിനിമകളൊക്കെ കിട്ടിയത്. അതേക്കുറിച്ചൊക്കെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോസൊന്നും ഇപ്പോൾ കാണാനില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടത്തൊക്കെ തപ്പിയിരുന്നു, ഒന്നും കാണാനില്ല ഇപ്പോൾ.